ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കുളിച്ച് ഇങ്ങനെ റെഡി ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആലോചിച്ചു 4 മണിക്ക് എന്താ ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊണ്ടുവന്ന ബ്രെഡിനെ കുറിച്ച് ആലോചിച്ചതേ. അപ്പോൾ നമുക്കിത് 4 മണി പലഹാരമായിട്ടും ഉണ്ടാക്കാം, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇതിനെ ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളാണ്, ഈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. ബ്രെഡ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാനൽ ഇഷ്ടമായാലെന്നല്ല, ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ ബ്രെഡ് എടുത്ത് നമുക്കിങ്ങനെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി അരിയുമ്പോൾ ഇങ്ങനെ കുനുകുനേ അരിയണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. കുനുകുനേ അരിഞ്ഞുണ്ടല്ലോ അപ്പം നമ്മൾ വിചാരിച്ച പോലെ കിട്ടത്തില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കുനുകുനേ അരിയണം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. നമുക്കൊരു ചട്ടിയോ പാനോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റിയിട്ട് അതിലേക്കൊരു 1-2 മുട്ട പൊട്ടിച്ചിടാം കേട്ടോ. എന്നിട്ടത് നല്ലപോലെ ഇളക്കണം. നമ്മൾ എഗ് ബുർജി ഉണ്ടാക്കില്ല, അതുപോലെ ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിങ്ങനെ ഇതിലോട്ട് കുറച്ച് പെപ്പർ പൊടി, നമ്മുടെ ആവശ്യത്തിന് കുറച്ച് സോൾട്ട്, ഇതെല്ലാം ഇട്ടത് ഇങ്ങനെ മിക്സ് ചെയ്യണേ. ഇത് നല്ലപോലെ നമ്മൾ വഴറ്റിയെടുക്കണേ. വഴണ്ടിങ്ങനെ വരുമ്പോഴത്തേന് നമ്മളിതിലേക്ക് നമ്മുടെ ബ്രെഡ് പീസ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മളിങ്ങനെ ഇതിലിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു നിമിഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതിവിടെ ഞാൻ ഉണ്ടാക്കിയതുണ്ടല്ലോ പെട്ടെന്ന് തീർന്നു പോവേ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ബ്രെഡും മുട്ടയും കൂടെ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റ് അല്ല, ബട്ട് ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അധികം പണികളൊന്നും ഇല്ലാത്ത റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.